കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് എൻ്റെ ദൈവം മുൻപാകെ മുട്ടുമടക്കും. ഈ പ്രശ്നം ഞാൻ എൻ്റെ കർത്താവിനോട് പറയും. എൻ്റെ പാപം എൻ്റെ ഹൃദയത്തിൽ കുടികേറി കിടക്കാതിരിക്കാൻ ഞാൻ കുമ്പസാരത്തിൽ ഏറ്റുപറയും. എൻ്റെ ദൈവത്തോട് ഞാനത് ഏറ്റുപറയും. എന്നിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ആത്മഹത്യ പരിഹാരമല്ല. നാടുവിടുന്നത് പ്രശ്ന പരിഹാരമല്ല. ആളുകളെ ഒഴിവാക്കുന്നതും അവരുടെ ജീവിതമില്ലായ്മ ചെയ്യുന്നതും അവരെ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യുന്നതുമൊന്നും പരിഹാരമല്ല. ഒറ്റ പരിഹാരമേ ബൈബിളിലുള്ളൂ. നിൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രാർത്ഥനയുടെ ശൈലികൾ മാറ്റുക. പ്രാർത്ഥനയുടെ സമയത്തിൻ്റെ ക്രമീകരണം മാറ്റുക. നിൻ്റെ ആവലാദികൾ കർത്താവിനോട് തുറന്നു പറയുക. കർത്താവ് ഇടപെട്ട് പരിഹാരം ചെയ്യും. നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കുന്നതൊരു സങ്കീർത്തനമാണ്. 55-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ദാവീദിൻ്റെ ഒരു പ്രബോധന ഗീതമാണ്. എന്ന് വെച്ചാൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് 55-ാം സങ്കീർത്തനം. സങ്കീർത്തനമൊക്കെ മുഴുവനും പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധയോടെ കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അഭിഷേകം, ഒരു കൃപ, ഒരു ബോധ്യം കർത്താവ് നമുക്ക് നൽകും. ഒരു പ്രബോധനം ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഇത് പല പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. പ്രതിസന്ധികളിൽ നടുവൊടിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള സങ്കീർത്തനമാണ്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ചിലർക്ക് കടം മൂലമുള്ള പ്രശ്നം, ചിലർക്ക് പൈസ കൂടിയതിൻ്റെ പ്രശ്നം. പൈസ കൂടിയതിൻ്റെ പ്രശ്നമുണ്ട്. പൈസ കൂടി പിള്ളേരിപ്പം വീട്ടിൽ കയറുന്നില്ല, ഇങ്ങനെ നാട് നീളം പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവരുണ്ട്. ചിലർക്ക് ആരോഗ്യം ഇല്ലാത്തതിൻ്റെ പ്രശ്നം, ചിലർക്ക് അമിത ആരോഗ്യത്തിൻ്റെ പ്രശ്നം, ചിലർക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ വിഷയം, ചിലർക്ക് പ്രാർത്ഥിച്ച് പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളാണെന്ന് ലോകം മുഴുവൻ നമുക്കറിയാം. ചിലർക്ക് വിശപ്പ് പ്രശ്നം, ചിലർക്ക് വിശപ്പില്ലായ്മ പ്രശ്നം, ചിലർക്ക് പട്ടിണിയാണ്, ചിലരെ വിശപ്പില്ല, ചിലർക്ക് മക്കളെ പ്രതി പ്രശ്നം, ചിലർക്ക് മക്കളില്ലല്ലോ എന്ന പ്രശ്നം. അങ്ങനെ ലോകത്തിൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന, ജീവിത പ്രശ്നങ്ങളിൽ, ക്രൈസിസിൽ, പ്രതിസന്ധികളിൽപ്പെട്ട് വല്ലാതെ ഉലയുന്ന നമ്മൾ. ചിലരെ ഇങ്ങനെ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കും, കോടതി വഴക്കിൻ്റെ മുമ്പിൽ നിൽക്കും, കലഹത്തിന് മുമ്പിൽ നിൽക്കുന്നു. ചിലർക്കൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന്, ആരോടിത് പറയും പറ്റും എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ ഉലഞ്ഞു നിൽക്കുന്ന അവസരമാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിച്ച് ഡോക്ടർമാർക്കൊന്നും, ഒരിക്കൽ വായിച്ചു കേട്ടാണ് ഒരു ഡോക്ടർ 10-40 മനോരോഗികളെ ചികിത്സിച്ചിട്ട് എല്ലാവർക്കും മരുന്ന് കുറിച്ച് കൊടുത്ത് എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് ചിരിച്ച് തുള്ളിച്ചാടി നടന്നിട്ട് 4ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തുള്ളൂ ഡോക്ടർ. നമ്മൾ വിചാരിച്ച ഡോക്ടർമാർക്കൊന്നും പ്രശ്നമില്ല. ഡോക്ടർമാർക്കും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളൊരു രോഗവുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഡോക്ടർ പ്രശ്നം എന്താണെന്ന് അറിയാം, ഡോക്ടറിന് പരിശോധിക്കുമ്പോഴേ അറിയാം ഇന്നതാ പ്രശ്നം. എന്നാലും പറയും പോയി സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് കൊണ്ടുപോകാം. എന്താ കാര്യം? ഡോക്ടറിന് റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഡോക്ടറും പോയി പരിശോധിച്ചിട്ട് വരാൻ പറയും. റിസ്ക് എടുക്കത്തില്ല. കാരണം എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്. വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്. പിന്നെന്തിനാണ് പ്രത്യേകിച്ച് പ്രശ്നം എടുത്ത് തലയിൽ വെക്കുന്നത്? അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും പ്രശ്നമാണ്, പ്രതിസന്ധികളുണ്ട്. അത് പല രീതിയിലാണെന്നേ ഉള്ളൂ. അത് ബിജു ബ്രദറിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല ജെറിൻ ബ്രദറിനുള്ളത്, ജെറിൻ ബ്രദറിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല തോമൻ ബ്രദറിനുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ ബ്രദർമാർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവർ നോക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. എന്താണ് എന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അവരുടെ പ്രശ്നം അവർ കർത്താവിനോട് ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 55-ാം സങ്കീർത്തനം നമ്മൾ ശ്രദ്ധയോടെ എന്ന് വായിച്ച് മനസ്സിലാക്കണം.
എല്ലാവരുടെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം വലിയ പ്രശ്നത്തിലാണ്. 55-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച് ഒന്ന് കേൾക്കാൻ പോവുകയാണ്. വായിക്കാം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനകൾ നിരസിക്കരുതേ. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ. കഷ്ടതകൾ എന്നെ അടുപ്പെടുത്തിയിരിക്കുന്നു. ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു. കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. മരണഭീതി എൻ്റെ മേൽ നിബദിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു. വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു. കർത്താവെ, അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ. അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ. നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ്. അതിൻ്റെ മധ്യേ വിനാശം കുടികൊള്ളുന്നു. അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചെങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. അവരെ മരണം പിടികൂടട്ടെ, ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ. അവരുടെ ഭവനത്തിൽ, അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി. അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു. അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകൾ ആയിരുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് അവരെ അത്യഘാതത്തിലേക്ക് തള്ളി വീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസ്സിന്റെ പകുതി എത്തുകയില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ശുൽസ്നേഹമുള്ളവരെ, ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണിത്. ദാവീദ് നല്ല പാട്ടുകാരനാണ്. ഹെഡിങ് ഇങ്ങനെയാണ്: തന്ത്രീനാദത്തോടെ ദാവീദിൻ്റെ പ്രബോധന ഗീതമെന്ന്. തന്ത്രീനാദം, നല്ല ഹാർമോണിയമൊക്കെ വെച്ച് വീണയൊക്കെ മീട്ടി ഇങ്ങനെ തന്ത്രീനാദത്തോടു കൂടി എഴുതിയ പാട്ടാണ്. പക്ഷേ ഈ ദാവീദ് നല്ല പാട്ടുകാരനാണ്. ദാവീദൊക്കെ പാട്ട് പാടിയാൽ ദാവീദിൻ്റെ യജമാനനായ സാവൂൾ രാജാവിൻ്റെ ദേഹത്ത് നിന്ന് ദുരാത്മാക്കൾ വിട്ടുപോകുമായിരുന്നു. ഈ പീഡ വന്ന് സാവൂളിനെ പിടികൂടുമ്പോൾ സാവൂളിനറിയാം ഒരു പീഡ വന്ന് പിടിച്ചിട്ടുണ്ട്. ഉടനെ നല്ല ഒരു പാട്ട് കേൾക്കും ദാവീദിൻ്റെ. ദാവീദ് പാടുന്ന സമയം ഈ പിശാച് വിട്ടുപോകും. പാട്ടിലൊക്കെ വലിയ അഭിഷേകമുണ്ട്. നന്നായിട്ട് പാടി അഭിഷേകം പ്രാപിച്ചാൽ പീഡകളൊക്കെ അതിലാൽ തന്നെ വിട്ടുപോകും. അപ്പോഴിങ്ങനെ അത്ര മിടുക്കനായ ദാവീദ് പക്ഷെ ജീവിതത്തിൽ ഇതുപോലെ ഈ എഴുതി വെക്കണമെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. പ്രതിസന്ധികളിലൂടെ നടന്നു പോയൊരു മനുഷ്യനാണിത്. കാര്യം പാട്ടൊക്കെ പാടുമ്പോൾ പിശാചുക്കൾ വിട്ടുപോകുമെങ്കിലും ആളിൻ്റെ ജീവിതത്തിൽ ഭയങ്കര ക്രൈസിസ് അനുഭവിച്ച മനുഷ്യന്. അത് മക്കളെ പ്രതി, അത് ശത്രുക്കളെ പ്രതി, വേലക്കാരെ പ്രതി, ജീവിത പങ്കാളികളെ പ്രതി, രാജ്യത്തെ പ്രതി, ജനത്തെ പ്രതി, ജനസംഖ്യ കണക്കെടുത്തതിനെ പ്രതി, ദൈവത്തെ പ്രതി എല്ലാം അങ്ങോട്ട് ഈ മനുഷ്യൻ വല്ലാതെ ഉലഞ്ഞ് തകർന്ന് തരിപ്പണമായ മനുഷ്യനാണ്. വനവാസം നടത്തി 14 വർഷത്തോളം അലഞ്ഞ് നടന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ ഒത്തിരി ക്രൈസിസ്. സ്വന്തം മകൻ ഈ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി. രാജാവിൻ്റെ സിംഹാസനം സ്വന്തം മകൻ കയറി ഇരുന്നിട്ട് അപ്പനോട് പറഞ്ഞു പഞ്ചായത്തിൽ കണ്ടുപോകലെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പേടിച്ചോടുകയാണ്.
ഇങ്ങനെ അലഞ്ഞു നടന്ന ധാരാളം പ്രതിസന്ധികളിലൂടെ നടന്നൊരു മനുഷ്യൻ, ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെയാണ് പക്ഷേ പറഞ്ഞു വെക്കുന്നത്, സങ്കീർത്തനം എഴുതി അദ്ദേഹം ഇതിന് പരിഹാരം കണ്ടെത്തി. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അതുകൊണ്ട് ഈ മനുഷ്യൻ 150ഓളം സങ്കീർത്തനങ്ങൾ, ഏറിയ സങ്കീർത്തനങ്ങൾ എഴുതി. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കുരിശുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പാട്ടെഴുതുന്നത്. അല്ലേ തന്നെ എല്ലാ പാട്ടും ഒന്ന് ആലോചിച്ചേക്കേ, എല്ലാ പ്രതിസന്ധികൾക്കിടയിലല്ലേ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടൊക്കെ അല്ലേ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നല്ല പാട്ടുകാരൊക്കെ പാട്ട് എഴുതിയിട്ടുള്ള ദുരിതത്തിന് നടുവില. ഏറ്റവും നല്ലതൊക്കെ ഈ സങ്കടങ്ങൾക്ക് നടുവിലാണ് വരുന്നത്. സങ്കീർത്തനം 150 സങ്കീർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ഈ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഈ മനുഷ്യൻ കുത്തിക്കുറിച്ച വരികളാണ് ഈ അത്രയും 4000 വർഷം കഴിഞ്ഞിട്ടും നമുക്കത് അനുഗ്രഹമായി മാറുന്നത്. 2500 വർഷങ്ങൾക്ക് ശേഷവും നമുക്കത് അനുഗ്രഹമായി മാറുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എഴുതുന്നത്, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? എൻ്റെ ദൈവമേ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാ, പക്ഷേ കുറേ നാളായിട്ട് കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. നീ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എഴുതുക, എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, കുറേ നാളായിട്ട് നീ മറുപടി ഒന്നും തരുന്നില്ല. ദൈവമേ എൻ്റെ യാചനകൾ നിരസിക്കരുതേ. എനിക്കറിയാം നീ എല്ലാം നിരസിക്കാത്തവനാണെന്ന്, പക്ഷേ കുറേ നാളായിട്ട് നിൻ്റെ വാതിൽ തുറക്കുന്നേ ഇല്ല. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ. എന്നിട്ട് മനുഷ്യൻ പറയാണ്, കാരണം കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു, എന്നെ തറ പറ്റിച്ചിരിക്കുന്നു. എന്ത്? ആളുകളല്ല, കഷ്ടത. ജീവിതത്തിൽ വരുന്നതെല്ലാം തിരിച്ചടി, കഷ്ടത. പല രീതിയിൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക, ഒരു രീതിയിലും തടസ്സം മാറുന്നില്ല. പിന്നെയും ദുരിതത്തിൻ്റെ മേ ദുരിതം, കഷ്ടത. ഇതങ്ങോട്ട് മാറുന്നില്ല കർത്താവേ. എന്നിട്ട് പറയാണ്, കർത്താവേ ഇത് കൂടാതെ ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു, കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ആടിപ്പെട്ടുപോയി. ഹൃദയം വേദന കൊണ്ട് പിടയുകയാണ്. സാധാരണ വേദനയല്ല, പിടയുകയാണ്. എന്നിട്ട് പറയാണ്, മരണഭീതി, മരണഭയം. എനിക്ക് പേടിയാണ്, ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമോയെന്ന് പേടിയാണ്. മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് കഴിയും, എനിക്ക് ഉറക്കമില്ലാതായി. പ്രിയപ്പെട്ടവരൊരു രാജാവ് ഇത്രേ ഒറ്റ വിളിച്ചാൽ മതി, ആരെവിടെയെന്ന് പറഞ്ഞാൽ 50 എണ്ണം വന്നിട്ട് അടിയൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാജാവാണ് പറഞ്ഞത്. പേടിയാണ്, എനിക്ക് ഉറക്കമില്ല. എനിക്ക് രാജാവ് ദാവീദ് എഴുതി വച്ചിരിക്കുകയാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് പറ്റണില്ല, എനിക്ക് സമാധാനമില്ല, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. വെപ്രാളം, ടെൻഷൻ, പരിഭ്രാന്തി. അതിൻ്റെ ഇംഗ്ലീഷാണ് ടെൻഷൻ അടിച്ച് നടക്കുക. ഭയവും വിറയലും, ഭക്തി കൊണ്ടല്ല, പേടിച്ചിട്ട് ഈ മനുഷ്യനാപാടെ മുട്ടടിച്ച് നടക്കണം. സ്നേഹമുള്ളവരെ, ഈ ഒരവസ്ഥയിൽ ഈ മനുഷ്യന് ഒരു പ്രത്യേക പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആര്? ദാവീദ്. 4 മാനസികാവസ്ഥകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ 4 ഉത്തരങ്ങളുണ്ടാകും. അതാണ് ഈ പാഠം. ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകും. ഈ പറയുന്നത് കേട്ടിട്ട് ആരും വന്നിട്ട് എന്നോട് ചോദിക്കില്ല, അച്ഛൻ്റെയൊക്കെ ജീവിതം എത്ര സന്തോഷമാണ് അച്ഛാ, അച്ഛനൊക്കെ ഇങ്ങനെ സങ്കടമൊന്നുമില്ല, അച്ഛനൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചപ്പോൾ. അത് തന്നെ.
പറയാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് കേട്ടിട്ട് എന്താ പറയാനാണ് എല്ലാവരോടും പറയണം. അതുകൊണ്ട് മിണ്ടത്തില്ല, ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അങ്ങനല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ക്രൈസിസിനെ നമ്മൾ 4 രീതിയിൽ നേരിടും. ബൈബിൾ ഭയങ്കര സുന്ദരമായ മനഃശാസ്ത്രം പറഞ്ഞു തരുന്ന, സുന്ദരമായ ദൈവശാസ്ത്രം പറഞ്ഞു തരുന്ന, കർത്താവിൻ്റെ വെളിപാടുകൾ തരുന്ന, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തൊടുന്ന, അത് മാനസിക തലത്തെയും ഭൗതിക തലത്തെയും ആത്മീയ തലത്തെയും എല്ലാം തൊടുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കാം. ഹല്ലേലൂയ. ഇപ്പം ഒന്നാമത് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒന്നാമത്തെ മാനസികാവസ്ഥ അതാണ് 6-ാം വാക്യം. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ തലം. ഇതിൻ്റെ പേരാണ് എസ്കേപ്പിസം. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നാട് വിട്ടാലോ. പ്രാവ് എന്താ ചെയ്യുന്നതെന്നറിയോ? പ്രാവ് നമ്മൾ കൂട്ടിക്കറി മുട്ടയിടുമ്പോൾ മുട്ട എടുക്കാൻ പോകുമ്പോൾ ഈ പ്രാവ് നമ്മളിങ്ങനെ ഒന്ന് നോക്കും, എന്നിട്ട് പറന്ന് അടുത്ത കൊമ്പേ പോയിരിക്കും. അവിടെ നമ്മളൊന്നുകൂടെ നോക്കിയാൽ പ്രാവ് ദൂരേക്ക് പറന്നു ഒരു ശല്യം ചെയ്യത്തില്ല, രക്ഷപ്പെട്ടു പ്രാവ്. സങ്കീർത്തനം ദാവീദ് രാജാവ് പറയാണ്, എൻ്റെ ദൈവമേ, എനിക്ക് 2 ചിറകൊന്ന് ഫിറ്റ് ചെയ്ത് തരാമോ? ഞാനങ്ങ് പറന്ന് എവിടോട്ടേലും പോയെങ്കിൽ രക്ഷപ്പെട്ടേ, എനിക്ക് മടുത്തു. ഇതാണ് ഒന്നാമത്തെ പ്രതികരണം. കർത്താവേ, ഈ ഡിസ്ട്രിക്റ്റ് വിട്ടങ്ങ് പോയാലോ? കർത്താവേ, ഈ കേരളം വിട്ടങ്ങ് പോയാലോ? എൻ്റെ ദൈവമേ, ഗൾഫിലോട്ടങ്ങണം, അല്ലെ കാനഡയ്ക്ക് അങ്ങ് പോയാലോ? കർത്താവേ, ഈ നാട്ടിലേക്ക് ഞാൻ ഇനി തിരിച്ചു വരത്തില്ല. ഈ ഭാര്യയും കൊണ്ട് മടുത്ത് ഡിവോഴ്സിന് പോവുക, പറന്നു പോകാൻ പോവുക. ഇനി ഭർത്താവിനെ കൊണ്ട് മടുത്ത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മടുത്ത് കലഹം ഉണ്ടാക്കിയൊക്കെ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെ ദാവീദ് പറയുകയാണ്, എനിക്ക് ഈ നാട് പറ്റില്ല. ചില നാട്ടിലൊക്കെ പോയി എന്തോ സന്തോഷം, അവിടെയൊക്കെ എന്നോ സമാധാനം. അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരാനിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആളുകൾ പറയും, ഞാനിവിടെ നിന്ന് നാട് വിട്ടുപോയ ഈ പ്രശ്നം തീരും. ഞാൻ ഇവിടെ വിട്ടുപോയി. വിദേശം എപ്പോഴും ഒരു പ്രലോഭനമാണ്. വിദേശത്ത് ചെന്ന എല്ലാം ശരിയാകുമെന്നാണ്. വിദേശത്ത് ചെന്നവരുടെ അവസ്ഥ അറിയാം. ഇതാണ് ഒന്നാമത്തെ ഒരു ചിന്ത. ഞാൻ ഒഴിഞ്ഞു മാറുന്നതിൻ്റെ, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥ. ഈ വെപ്രാളം ഉണ്ടാകുമ്പോൾ തോന്നുക രക്ഷപ്പെട്ടേക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ഒരു കഥ കേട്ടിട്ടുള്ളതാണ്. ഒരു അപ്പച്ചനമ്മച്ചും ഭയങ്കര വഴക്ക്, മക്കളെല്ലാം അയച്ചാലും ഭയങ്കര വഴക്കാണ് വീട്ടിൽ. അപ്പച്ചൻ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഇങ്ങനെ 5-6 അസ്ഥി കഷ്ണങ്ങൾ കൂട്ടിത്തുന്നിയ രൂപം കണക്കെ കോഞ്ഞാട്ട വലിച്ചേ ചെറുതായി. ചേച്ചി എന്തായാലും വഴക്കുണ്ടാക്കി വളർന്ന് വലിയ സൈസാണ്. എന്നാലും വഴക്കിന് യാതൊരു പാഞ്ഞവുമില്ല. അങ്ങനെ വഴക്കുണ്ടാക്കി അവസാനം അമ്മാമ്മ തീരുമാനിച്ച് ഈ വീട് വിട്ടു പോവുകയാണ്. അങ്ങനെ പഴയ കഥയാണ്, കഥയില്ലാത്ത കാര്യം ചോദ്യമൊന്നുമില്ല. അങ്ങനെ പഴയ കഥയായതുകൊണ്ട് വലിയൊരു കുട്ടയ്ക്കകത്താണ് സാധനം എല്ലാം കൂടെ, കിണ്ണം ചെറു ഓട്ടോളക്കും ചെറുതടി വീട്ടിൽ നീട്ടി എല്ലാം കൂടെ വാരി കോരിയിട്ട് എല്ലാം കെട്ടിവെച്ച് നാളെ അപ്പാപ്പൻ ഉറങ്ങുന്ന സമയം നോക്കി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അപ്പാപ്പന് മനസ്സിലായി, നാളെ കൊണ്ട് ഇവള് പോവും, എൻ്റെ കാര്യം കോഞ്ഞാട്ടയാവും. രാത്രി അപ്പാപ്പൻ ആരും എഴുന്നേറ്റ് ഇതിനകത്ത് സാധനമെല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പാപ്പ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഇതങ്ങ് കെട്ടി വെച്ച്. അമ്മാമ്മ രാത്രി ആരും അറിയാതെ ഈ അപ്പാപ്പനെ തലയിൽ വെച്ചുകൊണ്ട് പോയി. ദൂരെ ചെന്നൊരു ബന്ധു വീട്ടിൽ ചെന്ന് ഇതിറക്കി വെച്ചപ്പോഴാണ് അപ്പാപ്പൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ നിൻ്റെ കൂടെ നിലത്തൂടെ നടന്ന പ്രശ്നം നീ ഓടി രക്ഷപ്പെട്ടാൽ നിൻ്റെ തലയിലിരിക്കും. ഇതാണ് ഇതിൻ്റെ പാഠം. ഇന്നലെ ഇത് നിലത്തൂടെ നടന്നുകൊണ്ടിരുന്നേ, പക്ഷേ നാളെ നമ്മളിവിടുന്ന് രക്ഷപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴാണ് തലയിലിരിക്കുന്നത് പ്രശ്നം. അവിടെ പ്രിയപ്പെട്ടവർ, എസ്കേപ്പിസം ഇറ്റ്സ് നോട്ട് ദ സൊല്യൂഷൻ. അത് മനസ്സിലായിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ
പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, വിദൂരങ്ങളിൽ ഞാൻ പോകുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. പക്ഷേ ദാവീദിന് മനസ്സിലായി, എസ്കേപ്പിസം ഇറ്റ്സ് നോട്ട് ദ സൊല്യൂഷൻ. ഒളിച്ചോട്ടം ഒരു പ്രതിസന്ധിയുടെ പരിഹാരമല്ല. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കൃപ. അപ്പോൾ രണ്ടാമത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്നറിയാമോ? അതാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. 15-ാം വാക്യം വായിക്കും. അവരെ മരണം പിടികൂടട്ടെ, ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ, അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. കർത്താവേ, രണ്ടാമത്തെ ഒരു ചിന്തയാണ്, ഞാൻ ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എൻ്റെ പൈസ ഇല്ല, ഞാൻ പോയാൽ ശരിയാകത്തില്ല, ആളുകൾ എന്നെ പിന്നെയും പിടികൂടും, പ്രശ്നം സൊല്യൂഷനല്ല. പിന്നെ എന്താണ് അടുത്തത്? കർത്താവേ, എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവൻ, സിമ്പിളൊക്കെ കേൾക്കാം, അത് തന്നെ, പിടികൂടട്ടെ, ഇവനങ്ങ് നശിച്ചു പോട്ടെ. ദാവീദ് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്, കർത്താവേ, ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്നറിയാമോ? എലിമിനേറ്റ് ഹിം, അവനെ കൊന്നു കളഞ്ഞേര്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ബൈബിൾ പറയാണ് അതൊരു സൊല്യൂഷനല്ല. ബൈബിൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? റഷ്യ ഉണ്ടെങ്കിൽ ഉക്രൈനും ഉണ്ട്, ഇന്ത്യ ഉണ്ടെങ്കിൽ പാകിസ്ഥാനും ഉണ്ട്, അമേരിക്ക ഉണ്ടെങ്കിൽ ഇറാനും ഉണ്ട്, അപ്പുറത്തെ വീട്ടുകാരുണ്ടെങ്കിൽ ഞാനും ഉണ്ട് എന്ന് വെച്ചാൽ പ്രശ്നത്തിന് പരിഹാരം, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവനെ ഇല്ലാതാക്കുന്നതല്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, മരണം അവരെ പിടികൂടട്ടെ, ജീവനോട് അവർ പാതാളത്തിൽ പതിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ ഭൂമി രണ്ടായിട്ട് വെടിച്ച് കയറി മരിക്കാതെ അടക്കം കിട്ടണം, അവനൊക്കെ മരിക്കാതെ തന്നെ. ഇങ്ങനെയൊക്കെ അങ്ങ് പ്രാർത്ഥിക്കും ചിലപ്പം അറിയാതെ. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് ഇങ്ങനൊരു ചിന്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്. എന്നാലും നമ്മൾ മനസ്സിലാക്കുന്ന ചില ആളുകൾക്കൊക്കെ ഇതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ അവന്. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളാം പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ ഈശോ ഒരു ഉപമ പറഞ്ഞു. വിതക്കാരൻ വിതച്ചു. അടുത്ത ദിവസം കൃഷിക്കാരൻ ചെന്നപ്പോഴാണ് മനസ്സിലായത്, വിതച്ച വിളയുടെ കൂടെ എന്നാ ഉണ്ട്? കളയും. കൃഷിക്കാരൻ എന്ന് പറയാം, യജമാനെ, നീ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എവിടെ? യജമാനൻ പറഞ്ഞു, ശത്രുവാണ് ഇത് വിതച്ചത്. അപ്പോൾ കൃഷിക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ പോയി കളയെല്ലാം പറിച്ചു കൂട്ടട്ടെ? യജമാനൻ പറഞ്ഞു, നോ നോ, കളയും വിളയും ഒന്നിച്ച് വളരട്ടെ. അവസാനം ഒരു സമയമുണ്ട്, അത് ഞാൻ പറിച്ചു കൂട്ടിക്കോളാം. പക്ഷേ ഇപ്പം നിങ്ങളിത് പറിച്ചാൽ വിളയും പറഞ്ഞു പോകും. അതുകൊണ്ട് കളയും വിളയും, ഇതാണ് ബാലൻസ്ഡ് ലൈഫ് ഈ ഭൂമിയിൽ. അതുകൊണ്ട് ഈ കള മുഴുവൻ പറിച്ചു കൂട്ടാൻ വെപ്രാളപ്പെടരുത്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവളെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിയേക്കണേ കർത്താവേ, പ്രാർത്ഥിക്കരുതേ. അത് ബൈബിളിന്റെ ഭാഗം പാഠവും അല്ല. വലതുകരം ഉയർത്തി പറ, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ചിലരെ ഇല്ലായ്മ ചെയ്യാൻ നീ ശ്രമിച്ചാൽ നിന്റെ സന്തതി നിനക്കെതിരെ തിരിയും. ഈ ഭൂമിയിൽ നിന്ന് ചിലരെ ഇല്ലായ്മ ചെയ്യാൻ നീ ശ്രമിച്ചാൽ നിന്റെ സന്തതി ഒരു കാലത്ത്, നിന്റെ രക്തത്തിൽ പിറന്നവർ, നിന്റെ ചാർച്ചക്കാർ നിനക്കെതിരെ തിരിയും. അതാണ് ഈ ഭൂമിയുടെ ഒരു പ്രത്യയശാസ്ത്രം. ചരിത്രം പരിശോധിച്ചാൽ മതി, ധാരാളം കാര്യങ്ങൾ. സ്വന്തം കുടുംബത്തിൽ നിന്ന് എതിരുകളും വന്ന് കുടുംബങ്ങൾ ഇല്ലായ്മയാകുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളതുകൊണ്ട് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള രീതി അല്ല, മറിച്ച് മൂന്നാമതൊരു വഴിയുണ്ട്. ബൈബിൾ പറയാണ്, ഇപ്പോൾ രണ്ട് രീതി. ഒന്ന്, ദൈവമേ ഞാൻ എങ്ങനെയും രക്ഷപ്പെട്ടെ, പോയി ആത്മഹത്യ ചെയ്തേക്കട്ടെ, ഒരു ചിറക് കിട്ടിയിരുന്നെങ്കിൽ പറന്നങ്ങിടുന്നു, രക്ഷപ്പെട്ടു പോകാൻ, എസ്കേപ്പിസ്, നോ. രണ്ട്, എലിമിനേറ്റ് ദ എനിമി, നോ. ശത്രുവിൻ മരണം പിടികൂടട്ടെ, നോ, അങ്ങനല്ല. മൂന്നാമത്തെ കാര്യമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് 16-ാം തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണം. ദ സൊല്യൂഷൻ, ദ ഓൺലി സൊല്യൂഷൻ. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ഭൂമിയിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം, ദ ഓൺലി സൊല്യൂഷൻ ഫോർ യുവർ പ്രോബ്ലം. അതാണ് വായിച്ചു കേൾക്കാം 16-ാം വാക്യം. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. വലതുകരം എത്തി എന്ന് പറഞ്ഞേ, ഞാൻ
ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിനെ രക്ഷിക്കും. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിനെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പ്രയർ ഒരു പക്ഷെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പറയാം, ഓ അച്ഛന് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ ആ കാഠിന്യം മനസ്സിലാക്കാത്തതുകൊണ്ട് അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ, പക്ഷെ കേൾക്കുന്നില്ല. ബൈബിൾ പറയാണ്, വിശ്വാസത്തോടെ നീ ഇതിൽ നിന്ന് ഒളിച്ചോടാതെ, നിന്റെ ശത്രുവിൻ്റെ മേൽ ഇടിത്തി വീഴാൻ പ്രാർത്ഥിക്കാതെ, പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മുഖമുയർത്തി നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചിരിക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വാസത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ദാവീദ് ചെയ്തെന്നാണെന്നറിയാം. 17-ാം വാക്യത്തിൽ ദാവീദ് ഇതുവരെയും പ്രാർത്ഥിക്കാത്തിട്ടല്ല, പക്ഷെ ദാവീദ് ഈ ക്രൈസിസിൽ രക്ഷപ്പെടാതെ, ശത്രുവിൻ്റെ മേൽ മരണം വരാൻ പ്രാർത്ഥിക്കാതെ, മൂന്നാമത് ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഈ വിളിച്ചപേക്ഷിച്ചതിന് ഒരു പ്രത്യേക രീതി ഈ മനുഷ്യൻ കണ്ടെത്തി. അതായത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ സ്റ്റൈലൊന്ന് മാറ്റി, പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റി, പ്രാർത്ഥനയുടെ സമയവും ഒന്ന് മാറ്റി. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഒരു രക്ഷയുമില്ലെന്ന് തോന്നുമ്പോൾ ബൈബിൾ നമുക്ക് അറിഞ്ഞൊരു പാഠം എന്താണെന്നറിയാമോ? ഇതുവരെ പ്രാർത്ഥിച്ചതിൽ ഒരല്പം ചേഞ്ച് പ്രാർത്ഥനയ്ക്ക് വരുത്തണം. പ്രാർത്ഥനയ്ക്ക് ഒരു സ്റ്റൈലൊന്ന് മാറ്റണം. എനിക്കറിയാവുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി, ആ സഹോദരി, ഞാൻ പറഞ്ഞു കേട്ടതാണ്, രാവിലെ ഒരു 3:30 ആകുമ്പോൾ എഴുന്നേക്കും. ഒരു 4 മണി മുതൽ ഒരു 6 മണി വരെ പ്രാർത്ഥിക്കുക. അതിന് പ്രാർത്ഥനയ്ക്ക് കുറേ രീതികളുണ്ട്. കൊന്ത, കരുണക്കൊന്ത, അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന, ഹൃദയം, അങ്ങനെ ആ രീതി, ആ ഒരു സ്റ്റൈൽ, അത് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ചിരിക്കും. ഒരു രീതി അങ്ങ് ഡെവലപ്പ് ചെയ്തിരിക്കും. ഇനി ആരൊക്കെ വന്ന് വിളിച്ചാലും നോ, ആ സമയത്ത് നോ, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ മതി. ഇവിടെ ദാവീദ് പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറ്റുക. എന്നിട്ടിങ്ങനെ പറയാണ്, വായിക്കാം 17-ാം വാക്യം. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. ഇതാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഈ 3 നേരം, ഇതുവരെ ഞാൻ വൈകിട്ടേരം ഇരുന്നു എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഇപ്പം രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, ഉച്ചയ്ക്ക് ഞാനൊന്ന് മുട്ടുകുത്താൻ തീരുമാനിച്ചു, വൈകിട്ടും ഞാനൊന്ന് മുട്ടുകുത്താൻ തീരുമാനിച്ചു. പ്രാർത്ഥനയുടെ സ്റ്റൈലങ്ങ് മാറ്റി, സമയം അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ആവലാതിപ്പെട്ട് കരയും. ഈ കാര്യം ഞാൻ എൻ്റെ ദൈവത്തെ ബോധ്യപ്പെടുത്തും. ഈ കാര്യമുണ്ടല്ലോ, ഞാൻ അനുഭവിക്കുന്ന ഈ ദുരിതമുണ്ടല്ലോ, ഈ 3 നേരം ഇടവിടാതെ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഈ ആവലാതി ബോധ്യപ്പെടുത്തും. അടുത്ത വചനം പറയാണ്, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ശൈലി അങ്ങ് മാറി. ദാനിയേൽ എന്ന് പറയുന്ന ദൈവപൈതല്, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. വലിയൊരു ക്രൈസിസ്. ദാനിയേൽ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, ആ നാട്ടിലെ ഒരു കളക്ടറിൻ്റെ ലെവലിലേക്ക് ഉയർന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ആ ദേശത്തിൻ്റെ ഒരു ഭരണാധികാരിയായിട്ട് രാജാവ് മാറ്റിയ ആളാണ്. നമ്മൾ വിചാരിച്ച സമയമില്ല എന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ സമയം കണ്ടെത്തി അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് നമ്മൾ വായിച്ചേക്കാമോ? ദാനിയേൽ 6-ന്റെ 10-ാം വാക്യം വായിക്കാമോ? രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നെന്നറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. 3 പ്രാവശ്യം മുട്ടിന്മേ നിൽക്കുക, മുമ്പ് ചെയ്തതുപോലെ. കളക്ടർ, IAS ഉദ്യോഗസ്ഥൻ, ദേശത്തിൻ്റെ ഭരണാധികാരി, നമുക്ക് സമയമില്ല, പക്ഷെ പുള്ളിക്ക് സമയമുണ്ട്. പുള്ളി 3 നേരം മുട്ടുമേ നിന്നു. എന്താണെന്നറിയോ? ഒരു രേഖയിൽ രാജാവ് ഒപ്പിടാൻ പോവുക, അത് യഹൂദർക്ക് ദോഷം ചെയ്യും. ഈ മനുഷ്യൻ മുട്ടുമേ നിന്നു. ഈ ക്രൈസിസ്, പ്രതിസന്ധി മാറിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, മുകളിലത്തെ നിലയിൽ ഒരു ജനാല തുറക്കുമ്പോൾ കിഴക്കോട്ട് നോക്കാം, അവിടെ ജെറുസലേം ദേവാലയം
ജാലകം തുറന്ന് അങ്ങോട്ട് നോക്കി 3 നേരം ഈ മനുഷ്യൻ മുട്ടുകുത്തി. സംഭവിച്ചതെന്താണെന്നറിയോ? രാജാവ് തീരുമാനം മാറ്റി. ഏത് പ്രതിസന്ധിയെയും പ്രാർത്ഥന കൊണ്ട് നേരിടാൻ പറ്റും. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, പ്രാർത്ഥനയിൽ പിന്മാറ്റം പോകരുത്, പ്രാർത്ഥനയിൽ മന്ദത അനുഭവപ്പെടരുത്. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ സർവശക്തി നൽകുന്ന ആയുധമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് 4മതൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാം? എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് ഇത്. അതുകൊണ്ട് ദാവീദ് ഒരു കൗൺസിലിംഗ് നടത്തുകയാണ് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഉപദേശം പറഞ്ഞു തരികയാണ്, ദൂത് പറഞ്ഞു തരികയാണ്. 22-ാം വാക്യം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഇത് ഒരു ഉപദേശമായി തരും. ഇതാണ് 4മത്തെ കാര്യം. ഒരു ദൂതായിട്ട് തരികയാണ്. അതായത് ദാവീദ് നമ്മളോട് പറയാണ്, മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി, വലിയൊരു പ്രതിസന്ധി ഉണ്ടായി, മരണഭീതി എന്നെ പിടികൂടി. ഞാൻ ഇട്ടേച്ച് പോയാലോ എന്ന് ചിന്തിച്ചു. പ്രാവിനെ പോലെ ചിറകിട്ടിരുന്ന് ഞാൻ പോയേനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ ആളുകളെല്ലാം അങ്ങ് നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാലോ എന്ന് കരുതി. ഇതല്ല മക്കളെ ശരി. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റി. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ മുട്ടുകുത്താൻ തുടങ്ങി. എൻ്റെ ഈ ആവലാതി, സങ്കടം 3 നേരം എൻ്റെ കർത്താവിനോട് മുടക്കമില്ലാതെ ഞാൻ പറയാൻ തുടങ്ങി. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു വാലറ്റം കണക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ഇതേ, ഈ പാവി പ്രാർത്ഥിച്ചാൽ കർത്താവ് കുറവുള്ള ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുമോ? ബലഹീനനാണ്, ദുരിതപ്പെട്ടവനാണ്, ഇത് ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് എല്ലാം കേൾക്കും. അങ്ങനെ വായിച്ച് വന്നപ്പോഴാണ് അതിന് പറ്റിയൊരു വചനവും കണ്ടത്. 66-ാം സങ്കീർത്തനം 18-ാം തിരുവചനം വായിച്ചപ്പോടുകൂടി ഡിം. 66-ാം തിരുവചനം 18-ാം വാക്യം. എന്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. അയ്യോ, മനസ്സിലായോ? ഞാൻ വിചാരിച്ചു കർത്താവെ പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറ്റിയാൽ മതി, കർത്താവ് സ്വരം കേൾക്കും, ഉത്തരം തരും. അപ്പോൾ വചനം പറയാണ്, എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്താ എൻ്റെ അർത്ഥം? എൻ്റെ ഹൃദയത്തിൽ തിന്മ, ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കത്തില്ലെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേക്കും, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ സാധ്യതയില്ല. കാരണം ബൈബിൾ പറയുന്നത് ഭൂമിയിൽ പാപം ചെയ്യാത്ത ആരുണ്ട്? അപ്പം ഞാൻ ചിന്തിക്കൂ, എടാ, ഈ ദാവീദല്ലേ ഇത് എഴുതിയത്? ഈ ദാവീദിന് പാപമില്ലായിരുന്ന? ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം. 51-ാം സങ്കീർത്തനം അല്ലേ, കർത്താവേ അന്യായത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കുന്നില്ലേ? കർത്താവേ അന്യായത്തിൽ നിന്ന് തന്നെ നന്നായി കഴുകി എൻ്റെ പാപങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ. ആര് പ്രാർത്ഥിച്ചു? ദാവീദ് പ്രാർത്ഥിച്ചു. അപ്പം ഈ ദാവീദിന് ഇത്രമേൽ പാപം ഉണ്ടായിട്ടും ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ പാപം കുടിയിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടേനെ. ഇപ്പം എന്താ അതിൻ്റെ അർത്ഥം? ശ്രദ്ധയോടെ ഇരുന്നാലും മനസ്സിലാവും. ഒരു കഥ പറയുമ്പം പെട്ടെന്ന് മനസ്സിലാവും. അതായത് പാപം ചെയ്തിരുന്നെങ്കിൽ എന്നല്ല പറയുക, പാപം കുടിയിരുന്നെങ്കിൽ. രണ്ടും വ്യത്യാസമുണ്ട്. എല്ലാ മനുഷ്യരും പാപം ചെയ്യുമെന്ന് കർത്താവിനറിയാം. ദൈവത്തിന് ആത്മാവിന് തെറ്റുപറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പറയാണ്, എൻ്റെ ഹൃദയത്തിൽ പാപം കുടിയിരുന്നെങ്കിൽ എൻ്റെ ദൈവം കേൾക്കത്തില്ലായിരുന്നു. എന്താ എൻ്റെ അർത്ഥം?
അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് 50,000 രൂപ കൊടുത്തു. 50,000 രൂപയും കൊണ്ട് അയാൾ പോയപ്പോൾ പറഞ്ഞു, ദേ 1 മാസത്തിനുള്ളിൽ തിരിച്ചറിയണേ. ഇത് 3, 4, 6 മാസമായി പൈസ കൊടുക്കുന്നില്ലെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആൾ നേരെ മറ്റേ ആളുടെ വീട്ടിൽ വന്നിട്ട് ആളിൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ നാരുടെ മോൻ എൻ്റെ ഇത് 50,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എന്ത് വിഷം, പുള്ളി ഭയങ്കര കോടീശ്വരനായ ഒരു മനുഷ്യൻ. ഇവൻ എന്നായി കാണിച്ചേ, ഇത്രയും പൈസ എൻ്റെ ഉണ്ട്. എടാ ഇവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു നാണക്കേടായനെ. പ്രിയപ്പെട്ടവരെ, വേറൊരർത്ഥത്തിൽ നിന്ന് ചിന്തിച്ചേ. ഈ മനുഷ്യൻ 50,000 രൂപ വാങ്ങിച്ചു, കുറച്ച് നാളായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇവൻ ചെന്നിട്ട് ഇവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ അപ്പായോട് പറയണം 50,000 രൂപ ഞാൻ സാറിനോട് ചാക്കോട് വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ എനിക്കിതുവരെ പറ്റിയില്ല, കൊടുക്കാമെന്നൊക്കെ കരുതി പറ്റിയില്ല അമ്മേ. അമ്മ തരം കിട്ടുമ്പോൾ അപ്പനോടൊന്ന് പറഞ്ഞേക്കണേ. വൈകുന്നേരം അമ്മ പറഞ്ഞു, അതെ നമ്മുടെ മോനെ 50,000 രൂപ വാങ്ങിച്ചിട്ട് 5-6 മാസം ഇതിൽ കൊടുക്കാൻ പറ്റിയില്ല, വിഷമം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞത് കാര്യമായിടി. ഒരു 50,000 രൂപയുടെ ചെക്ക് എഴുതി ബാഗിൽ വെച്ചുകൊണ്ടാണ് വെളിയിലോട്ട് ഇറങ്ങി. വെളിയിൽ വെച്ച് ഈ മനുഷ്യൻ കണ്ടിട്ട് പറഞ്ഞു, അതേ നിങ്ങളുടെ മോൻ 50,000 രൂപ എന്നോട് വാങ്ങിച്ചു. ചെക്ക് എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അതുകൊണ്ടാണ് ഞാൻ വന്നേക്ക്, ദേ പിടിച്ചു. ഈ സംഭവത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഏറ്റു പറയാതിരിക്കുന്ന പാപം കുടികിടപ്പ് അവകാശം ഉണ്ടാക്കും. ദാവീദ് പാപം ചെയ്തിട്ടുണ്ട്, നമ്മൾ പാപികളാണ്. എന്നിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈബിൾ പറയാണ്, ഏറ്റുപറയാത്ത പാപം കുടിയേറും. അപ്പം ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം അതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനം. സുഭാഷിതങ്ങൾ 28:13 പറയുന്നുണ്ട്, പാപം ഏറ്റുപറയണം. വായിക്കാം. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള നല്ല വിഷയം, മറിച്ച് ചെയ്ത പാപം ഏറ്റുപറയാതെ മറച്ചു വെച്ച് കൊണ്ടു നടന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ട് 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാണ്. ദൈവത്തെ നീ വിളിച്ചപേക്ഷിക്ക്, പാപമെല്ലാം ഏറ്റുപറഞ്ഞിട്ട് നീ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, നിന്റെ പ്രശ്നത്തിന് ദൈവം ഉത്തരം നൽകിയിരിക്കും. വളരെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് എൻ്റെ ദൈവം മുൻപാകെ മുട്ടുമടക്കും. ഈ പ്രശ്നം ഞാൻ എൻ്റെ കർത്താവിനോട് പറയും. എൻ്റെ പാപം എൻ്റെ ഹൃദയത്തിൽ കുടികേറി കിടക്കാതിരിക്കാൻ ഞാൻ കുമ്പസാരത്തിൽ ഏറ്റുപറയും. എൻ്റെ ദൈവത്തോട് ഞാനത് ഏറ്റുപറയും. എന്നിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 55-ാം സങ്കീർത്തനം നമുക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ ഒളിച്ചോടരുത്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്നത് പ്രശ്ന പരിഹാരമല്ല, ആളുകളെ ഒഴിവാക്കുന്നതും അവരുടെ ജീവിതമില്ലായ്മ ചെയ്യുന്നതും അവരെ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യുന്നതുമൊന്നും പരിഹാരമല്ല. ഒറ്റ പരിഹാരമേ ബൈബിളിലുള്ളൂ, നിൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രാർത്ഥനയുടെ ശൈലികൾ മാറ്റുക, പ്രാർത്ഥനയുടെ സമയത്തിൻ്റെ ക്രമീകരണം മാറ്റുക, നിൻ്റെ ആവലാദികൾ കർത്താവിനോട് തുറന്നു പറയുക. കർത്താവ് ഇടപെട്ട് പരിഹാരം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.